എത്ര വലിയ മുസ്ലിയാരായാലും എത്ര വലിയ പ്രവർത്തകനായാലും ഭാര്യക്ക് പലപ്പോഴും ഭർത്താവിനെ സംബന്ധിച്ച് കംപ്ലൈന്റ് ആയിരിക്കും മനസ്സിൽ. ചിലപ്പോൾ തുറന്നു പറയും, ചിലപ്പോൾ പറയൂല. നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ ചിലപ്പോൾ ആരോടെങ്കിലും പറയും, ഇല്ലെങ്കിൽ പറയൂല, സഹിച്ചു കൂടും. സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകും. ഒന്ന്. രണ്ടാമത്, ഒരിക്കലും ഒരു ഭർത്താവിനെ പുകഴ്ത്തി ഭർത്താവിന്റെ മുന്നിൽ വെച്ച് പറയാൻ പല ഭാര്യമാരും തയ്യാറാവില്ല. മറിച്ച് മനസ്സിൽ വലിയ ബഹുമാനവും ആദരവും ഉണ്ടെങ്കിലും പറയുമ്പോ എപ്പോഴും എന്തെങ്കിലും ഒരു മോശം പറയാനാണ് സ്ത്രീകൾക്ക് താല്പര്യം. അത് സഹിക്കാൻ കഴിയുന്നവനാണ് നല്ല ബുദ്ധിയുള്ള ഭർത്താവ്. കാരണം അത് മനസ്സിൽ വെച്ച് പറയുന്നതല്ല, അത് താൽക്കാലികമായി എന്നെങ്ങനെ ചൂടാക്കാൻ പറയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഭർത്താക്കന്മാർക്കുണ്ടാകണം. എന്നാൽ നല്ല മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. നേരെ മറിച്ച് സ്ത്രീകൾ പറയുന്നതിനൊക്കെ ചുണ്ടി പിടിച്ചാലോ മരിക്കുന്നവരെ സമാധാനം ഉണ്ടാവില്ല. അതിന് ക്ഷമിക്കാനുള്ള മനക്കരുത്ത് പുരുഷന്മാർക്കുണ്ടാകണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറഞ്ഞില്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട്, ആയിഷ നിനക്ക് എന്നോട് ചൂടായാൽ അപ്പൊ എനിക്ക് വേറെ തന്നെ മനസ്സിലാവും. എന്തേ? എന്നോട് നല്ല സന്തോഷത്തിലുള്ള സമയത്ത് നീ ലാ വറബ്ബി മുഹമ്മദ് എന്നെന്റെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തി പറയും. അതേ സമയത്ത് എന്നോട് കുറച്ച് ചൂടുള്ള സമയമാണെങ്കിൽ ലാ വറബ്ബി ഇബ്രാഹിം, പാപ്പാന്റെ പേരേ പറയൂ, എന്റെ പേര് പറയൂല. അങ്ങനല്ലേ? ആയിഷ പറഞ്ഞു, അത് വളരെ ശരിയാണ്, പക്ഷേ എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഒരിക്കലും വെറുക്കാറില്ല. പറച്ചെല്ലാം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ്. അത് മൊത്തത്തിൽ ഏത് സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ്. അത് കണ്ടറിയാൻ പുരുഷന്മാർക്ക് സാധിക്കണം. ഈ നാവുമ്മൽ വരുന്നതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണെന്ന് വിചാരിക്കരുത്. അപ്പൊ പിന്നെ നല്ല സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. ഞാൻ എന്റെ പുരുഷന്മാരോടൊക്കെ പറയാം, എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയണം, എന്റെ ഭാര്യ ലോകത്ത് ഏറ്റവും നല്ല സ്വഭാവമുള്ളവളാണ്, ഞങ്ങൾക്ക് നല്ല സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റും. നേരെ മറിച്ച് എന്റെ ഭാര്യക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവളോടൊരു മടുപ്പ് തോന്നിയാൽ നിങ്ങൾ ഒരിക്കലും പെട്ടുപോകണ്ട. അതിനേക്കാൾ വളരെ അപകടം പറ്റിയതായിരിക്കും വേറെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുക, യാതൊരു സംശയവും. അതുകൊണ്ട് സ്ത്രീകൾ അവരെ കുട്ടികളെ പോലെ കാണും. ചെറിയ മക്കൾ അവർ ചിലപ്പോൾ മാന്തി പറിക്കും, ചിലപ്പോൾ അവർ കിള്ളിപ്പറിക്കും, ചിലപ്പോൾ കടിക്കും, ചിലപ്പോൾ കുത്തും. ആ കുട്ടികളെ മനസ്സിൽ ബാപ്പാനോടോ ഉമ്മാനോടോ വെറുപ്പുണ്ടായിട്ടൊന്നല്ല, അത് അവരുടെ ഒരു ചെറിയ ദൗർബല്യമാണ്. അവിടെ നമ്മൾ കുട്ടികളോട് വെറുപ്പ് കാണിക്കൂല, അത് നമ്മൾ കുറെയൊക്കെ സഹിച്ചു കൊടുക്കും. അങ്ങനെ ആ കുട്ടിയെ പോറ്റും. ആ കുട്ടി നമുക്ക് പിന്നീട് വലിയ ഉപകാരമുള്ള കുട്ടിയായി മാറും. ഇതുപോലെ സ്വന്തം ഭാര്യമാരുടെ സ്വഭാവദൂഷ്യങ്ങൾ അത് സഹിക്കാൻ കഴിയുന്ന ഭർത്താവ്, അവരാണ് ബുദ്ധിയുള്ള ഭർത്താവ് എന്ന് മാത്രമല്ല, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രതിഫലം ആഖിറത്തിൽ വെച്ച് ലഭിക്കുന്ന ഭർത്താവ് അങ്ങനെയുള്ള ഭർത്താവാണ്. ഞാൻ പറഞ്ഞത് മർഹൂം വൈലിത്തറ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. ഒരു കാലഘട്ടത്തിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ രംഗത്ത് വളരെ ഗംഭീരമായ പ്രസംഗങ്ങൾ നടത്തിയ നല്ല ഒരു പ്രസംഗകനായിരുന്നു വൈലിത്തറ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ. ഏത് പ്രസംഗകനും ഏത് വാഇദും ഏത് പണ്ഡിതനും ഈ ലോകത്ത് നിന്ന് വിട പറയാതിരിക്കില്ല. എല്ലാവരും വിട പറഞ്ഞു പോകും. അല്ലാഹു നമ്മെ വിട്ടുപിരിഞ്ഞു പോയവരുടെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. നമ്മൾ വിട്ടുപിരിയുന്ന സമയത്ത് ഈമാൻ സലാമത്താണ്, ആഖിബത്ത് അല്ലാഹു നന്നാക്കി തെരുമാറാകട്ടെ. ഞാൻ ചെറിയ കുട്ടിക്കാലത്ത് നിലത്ത് കടലാസ് വിരിച്ചിട്ടോ പിരിക്കാതെയോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ വാളുകൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ആ വൈലിത്തറ ഒരിക്കൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഒരുപാട് കറാമത്തുള്ള ഒരു വലിയ ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടാവും. കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് ഖാലിഖുൽ ആദ, അസാധാരണ സംഭവമാണ്. സാധാരണ സംഭവത്തിന് കറാമത്ത് എന്ന് പറയൂല. ഔലിയാക്കൾക്ക് സംഭവിക്കുന്നതിനാണ് സാങ്കേതികമായി കറാമത്ത് എന്ന് പറയാം. അതേ സമയത്ത് മറ്റുള്ളതിനൊക്കെ നമ്മൾ ബർക്കത്ത് എന്നാണ് പറയാം. കറാമത്ത് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ട് എന്നല്ല, ഇരിക്കട്ടെ. അപ്പോൾ അസാധാരണ സംഭവങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് സഹാബികൾ സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അബ്ബാദ് ഇബ്നു ബിസ്ർ റളിയല്ലാഹു അൻഹു, ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കൽ നിന്ന് രാത്രി സമയം കുറേ നേരം സംസാരിച്ചു. പിരിഞ്ഞു പോകുന്ന സമയത്ത് രണ്ടാളെ കയ്യിലും ഓരോ വടിയുണ്ട്. പക്ഷേ ഇന്നത്തെ പോലെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല, ഇരുട്ടിലുമാണ് പോകേണ്ടത്.
അപ്പൊ ഒരു സഹാബിയുടെ കയ്യിലുള്ള വടി പ്രകാശിക്കുന്നു. ആ പ്രകാശം വടി സാധാരണ പ്രകാശിക്കാറില്ല. ഇതൊരു അത്ഭുതമാണ്, ഇതൊരു അസാധാരണ സംഭവമാണ്. അത് ഔലിയാക്കളെ ബഹുമാനിച്ച് അള്ളാഹു നൽകുന്നതാണ്. അങ്ങനെ ആ പ്രകാശത്തിൽ രണ്ടുപേരും നടക്കുന്നു. കുറെ അകലെ എത്തിയപ്പോൾ രണ്ടാളും വഴിപിരിഞ്ഞു പോകേണ്ട സമയമെത്തി. അപ്പൊ മറ്റേയാളെ വടിയും അതാ പ്രകാശിക്കുന്നു. ഇത് സഹീഹുൽ ബുഖാരിയിൽ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ നിലക്കുള്ള കറാമത്തുകൾ, അത്ഭുതങ്ങൾ ധാരാളം സംഭവിക്കുന്ന മഹാന്മാരുണ്ട്. ആ നിലക്ക് ബഹുമാനപ്പെട്ട വൈലത്തറ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പറയുന്നത് ഞാൻ കേട്ടതാണ്, ഞാൻ കണ്ടതല്ല. ഒരു വലി, ചിലപ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണത്തിന് പറഞ്ഞാണോന്ന് എനിക്കറിയില്ല, ഒരു വലി അദ്ദേഹം പറന്നുകൊണ്ട് പോകുന്നു. അങ്ങനെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ പലരും ഉണ്ട്. പറന്നു പോകുന്നവരുണ്ട്, വെള്ളത്തിന്റെ മേലെ കൂടി നടന്നു പോയവരുണ്ട്, അങ്ങനെ പലരും പറന്നുകൊണ്ട് പോകുന്നു. അങ്ങനെ പറന്നു പോകുന്നത് ഭാര്യ കണ്ടു. പക്ഷേ കുറച്ച് ഉയരത്ത് പറന്നതുകൊണ്ട് ഭർത്താവാണെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഭർത്താവ് വീട്ടിലേക്ക് വന്നു പറഞ്ഞു, ഞാനിന്നൊരു വലിയ അത്ഭുതം കണ്ടു. എന്താണ്? ഒരാൾ ഒരു വലിയ ഇങ്ങനെ പറന്നു പോകുന്നത് കണ്ടു. അപ്പോ അദ്ദേഹം പറഞ്ഞു, അത് ഞാനായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഭാര്യ പറഞ്ഞു, അത് തന്നെ വളവ്, ഒരു ചെറിയ വളവുണ്ട് ആ പറക്കലിന്, അത് നിങ്ങളായോണ്ട് തന്നെയാണ് എന്ന് അദ്ദേഹം ഒരു തമാശ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഇതുപോലെ എപ്പോഴും ഭാര്യക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറയാനുണ്ടാവും, സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. അതൊരു രസ. എന്നാൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് വഹി ലഭിക്കുന്നതിന് മുമ്പ് നബി തങ്ങൾ ആ വലിയ പർവ്വതത്തിന്റെ മേലെ കയറിയെത്താൻ എത്ര പ്രയാസമുണ്ട്. ജീവിതത്തിൽ ഒരിക്കലേ എനിക്കതിന്റെ മേലെ കയറാൻ സാധിച്ചിട്ടുള്ളൂ, അത് ചെറുപ്പത്തിൽ മാത്രം. അതിന്റെ മേലെ കയറിപ്പോയി രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്തെടുക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ള ഭക്ഷണം ഭാര്യ തയ്യാർ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഭാര്യമാർ ഭർത്താവിന്റെ പൊരുത്തം ലഭിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ. മൻ മാതത് വസൗജുഹാ അൻഹാ റാദ് ദഖലത്തിൽ ജന്ന. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച സ്ത്രീ സ്വർഗത്തിൽ കടന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവനയാണ്. ഈ അടുത്താരോ എന്നോട് പറഞ്ഞു, ഏതോ ഒരാള് പറഞ്ഞു പോലും, അദ്ദേഹം ഒരു സലാത്ത് സംഘടിപ്പിക്കലുണ്ട്, ആ സലാത്തിന് വരണ്ടെന്ന് ഭർത്താവ് പറഞ്ഞെങ്കിൽ ഭർത്താവിനെ അനുസരിക്കേണ്ടതില്ല. അങ്ങനെയൊന്നും ആരും പ്രസംഗിച്ചേക്കരുത്. സലാത്തിയും എല്ലാം വീട്ടിൽ നിന്നും ചെല്ലാലോ, അതിനെവിടെയും പോകണമെന്നില്ലല്ലോ. ഞാൻ 2-3 ദിവസം മുമ്പ് എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു വീട്ടിൽ പോയി. എനിക്ക് കാണാനും തൊടാനും പറ്റുന്ന ഒരു സ്ത്രീയാണ്. കയറി ചെല്ലുമ്പോൾ അവിടെ ഉണ്ട്, അവളിങ്ങനെ ഇരിക്കുന്നുണ്ട്, അവിടെ ഒരു ഫോണും വെച്ചിട്ടുണ്ട്, അവൾ മദനീയത്തിലാണ്. അപ്പോ ഞാൻ നോക്കി അതിലെന്തൊക്കെയാണ്. അപ്പോ നമ്മുടെ അബ്ദുൽ ലത്തീഫ് സഖാഫി സലാത്തി എല്ലാവരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു പാത്രത്തിൽ വെള്ളവും വെച്ച് കണ്ടു. എന്നെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റ് പോയി വേറൊരു കുപ്പി വെള്ളം കൊണ്ടുവന്ന് എന്നോട് മന്ത്രിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ മന്ത്രിച്ചു കൊടുത്തു. ഞാൻ അവിടുന്ന് തിരക്കിട്ട് വരാനുള്ളതുകൊണ്ട് വേഗം പോന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കി, അവള് സലാത്തിയല്ല മാത്രമല്ല, ദിക്റുകല്ല മാത്രമല്ല, അതിന്റെ മുമ്പിൽ ഒരു കുപ്പി വെള്ളം വെച്ചിട്ട് അതിൽ അവള് സലാത്തി എല്ലിട്ട് ഊതുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോ ആകട്ടെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം തയ്യാർ ചെയ്തു കൊടുക്കുകയാണ്. സ്വന്തം ഭർത്താവിനെ ധിക്കരിച്ചുകൊണ്ടോ ഭർത്താവിന്റെ സമ്മതമില്ലാതെയോ ഒരു സ്ത്രീയും ഒരു സ്ഥലത്തും പോകാൻ പാടില്ല. അത് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമാണ്. ആ നിയമം ലംഘിക്കാൻ പാടില്ല. ചിലപ്പോ പ്രസംഗിക്കുന്ന ആളുടെ പ്രസംഗത്തിന്റെ ഈണത്തിലും മറ്റും ഭർത്താവിനെ മറന്നു പോകാൻ പാടില്ല. ഭർത്താവിന്റെ അർഹതപ്പെട്ട സ്ഥാനം വകവെച്ചു കൊടുക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആ ഭക്ഷണവുമായി അവിടെ കൂടുകയും ഇബാദത്ത് എടുക്കുകയും ചെയ്യുന്നു. അതിലിടക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നത്. അങ്ങനെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആ മഹത്തായ സൂറത്തിന്റെ ആദ്യ ഭാഗം ഓതിക്കൊടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ വാചകം തന്നെ ഇഖ്റ, ഓതുക, വായിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ചെറിയ സ്ക്രീൻ പോലെ അല്ലെങ്കിൽ പലക പോലെയുള്ള ഒരു വസ്തുവിൽ എന്തോ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു.
ആ എഴുത്ത് അത് സാധാരണ എഴുത്തായിക്കൊള്ളണമെന്നില്ല, മലക്കൂത്തിയായ എഴുത്തായിരിക്കാം. ആ എഴുത്ത് കാണിച്ചുകൊണ്ടാണ് വായിക്കാൻ പറഞ്ഞത്, ദിക്ർ വായിക്കണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്ത് എന്നല്ല 40 വയസ്സോളം കാലം എഴുത്ത് പഠിച്ചിട്ടില്ല, വായന പഠിച്ചിട്ടില്ല. കാരണം ശേഷം അവിടുന്ന് ലോകത്ത് കൊണ്ടുവരുന്ന പരിശുദ്ധ ഖുർആൻ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്. دامت لدينا ففاقت كل معجزة من النبيين إذ جاءت ولم تدمي. അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ആ പരിശുദ്ധ ഖുർആൻ, അതിലെ ആശയങ്ങളും അതിന്റെ ഘടനയും അതിന്റെ ഭംഗിയും അതിന്റെ സ്ഥിരതയും അതിന്റെ സ്ഥിരീകരണവും അതിന്റെ സാഹിത്യവും അതിന്റെ സർവവിധ മഹത്വങ്ങളും അല്ലാഹുവിന്റെ ഗ്രന്ഥമായ, അവനിറക്കി കൊടുത്ത കലാമായ, അവനെത്തിച്ചു കൊടുത്തതായ ആ മഹത്തായ ഗ്രന്ഥം എന്നതാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിച്ചു പഠിച്ചതല്ല, എഴുതി പഠിച്ചതല്ല, മറ്റൊരു ഗ്രന്ഥത്തിൽ നിന്ന് പകർത്തിയതല്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 40 വയസ്സുവരെ എഴുത്തും വായനയും പരിചയപ്പെടുത്തിയിട്ടുമില്ല. നബിതങ്ങൾ അത് പഠിച്ചിട്ടുമില്ല, പഠിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ നബിതങ്ങൾ ലോകത്തുള്ള മുഴുവൻ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിക്കുന്ന ഏറ്റവും ആശയഗാംഭീര്യമുള്ള ശ്രവണമധുരമായ ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോൾ ഇതൊരിക്കലും സ്വന്തത്തിൽ നിർമ്മിച്ചതല്ല എന്ന് ബോധ്യപ്പെടാനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സുവരെ എഴുത്തും വായനയും ഒന്നും പഠിക്കാതെയും പഠിപ്പിക്കാതെയും അല്ലാഹു സംരക്ഷിച്ചു കൊണ്ടുവന്നത്. لقد لبثت فيكم عمرا من قبله أفلا تعقلون. ഓ നിഷേധിക്കുന്നവരെ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, ചിന്തയില്ലേ? ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ 40 വയസ്സോളം ജീവിച്ചവനല്ലേ? ഞാൻ എഴുത്ത് പഠിച്ചിട്ടുണ്ടോ? വായന പഠിച്ചിട്ടുണ്ടോ? പിന്നെ ഞാൻ എങ്ങനെ ഈ ഖുർആൻ കൊണ്ടുവരും? എനിക്ക് കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. ആ മഹത്തായ പരിശുദ്ധ ഖുർആൻ, അതിലാദ്യത്തെ ആയത്ത്, ആദ്യമായി ഇറങ്ങിയ ആയത്ത്, അത് എഴുതി കാണിക്കുമ്പോൾ നബി നിങ്ങൾക്കുണ്ടോ വായിക്കാൻ കഴിയുന്നു? മാനബിഖാരി, ഞാൻ വായിക്കുന്ന ആളല്ല എന്ന് പറയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിടിച്ച് അണച്ചുകൂട്ടുന്നു, വിടുന്നു, പിന്നെയും വായിക്കാൻ പറയുന്നു, പിന്നെയും അണച്ചുകൂട്ടുന്നു, പിന്നെയും നബി തങ്ങൾ അത് തന്നെ ആവർത്തിക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യം കഴിയുന്നു. ദീർഘിച്ച സംഭവമാണ്, ഞാൻ ചുരുക്കി പറയാം. ആ സംഭവം കഴിഞ്ഞ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്താണ്? അന്ത്യനാൾ വരെയുള്ള ആളുകൾ എപ്പോഴും അനിവാര്യമായ ഒരു കാര്യം വായിക്കുക, പഠിക്കുക. കാണുന്നതൊക്കെ വായിക്കലല്ല, കാണുന്നതൊക്കെ കേൾക്കലല്ല, അല്ലാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് വായിക്കേണ്ടത് വായിക്കുക. എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മഹത്വത്തെ പറയുന്ന, അല്ലാഹുവിന്റെ പേരിന്റെ മഹത്വം പറയുന്ന ആ മഹത്തായ സൂറത്തിന്റെ ആദ്യ ഭാഗം ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടി. വലിയ ഉത്തരവാദിത്വമാണ് അന്ത്യനാൾ വരെയുള്ള ജനങ്ങളെ സന്മാർഗത്തിൽ നയിക്കുക എന്ന ഉത്തരവാദിത്വം. അതിന് പര്യാപ്തമായ വിധത്തിലാണ് 40 കൊല്ലത്തെ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംശുദ്ധമായ ജീവിതം അല്ലാഹു തആല കൊടുത്തത്. ഒരു തകരാറും ഒരാൾക്കും പറയാൻ കഴിയില്ല. എത്രത്തോളം എന്നറിയോ? അമ്പിയാക്കളെ സംബന്ധിച്ച് മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു എന്നും ആദം നബിക്ക് തെറ്റ് സംഭവിച്ചിരുന്നു എന്നും അങ്ങനെ തുടങ്ങിയിട്ട് പല മോശമായ വിശ്വാസങ്ങളും എഴുതി വെച്ച മൗദൂദി അദ്ദേഹത്തിന്റെ ഇസ്ലാം മതം എന്ന പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹത്തിന് എഴുതേണ്ടി വന്നു. അമ്പിയാക്കളുടെ, പ്രവാചകന്മാരുടെ ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ ഒരു ചെറിയ ന്യൂനത പോലും ഒരാൾക്കും കണ്ടെത്താൻ കഴിയില്ല.
പിന്നെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് പറയണോ? ഒരു നബിയുടെ ജീവിതത്തിലും ഒരു ചെറിയ ന്യൂനതയും സംഭവിക്കൂല. വഇസ്മത്തുൽ ബാരി ലികുല്ലിൻ ഹുതിമാ. ഈ പ്രസംഗിക്കുന്ന എനിക്ക് അബദ്ധം സംഭവിക്കാം, എന്നിൽ തെറ്റ് വരാം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു കാര്യം കിതാബുകൾ നോക്കിയിട്ട് കിതാബിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നതിന് അതിന് വിരുദ്ധമായി എന്റെ ജീവിതത്തിൽ വല്ലപ്പോഴും വല്ലവന്റെ ശ്രദ്ധയിലും പെട്ടാൽ അത് തടസ്സമാകേണ്ടതില്ല. ഞാനിപ്പോ വരുന്ന വരവിൽ ഒരു സ്ഥലത്ത് മഗ്രിബും ഇശാഉം നിസ്കരിച്ചു, രണ്ടും ഒന്നിച്ചാണ് നിസ്കരിച്ചത്. അത് ജംആക്കിയതാണ്, സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല. ഞാൻ നീണ്ട യാത്രയിലാണ്, ഇവിടെ കൃത്യത്തിൽ എത്തണം, അതിന് ശേഷം പിന്നെയും കുറേ സ്ഥലത്ത് പോകണം, എന്നിട്ട് വണ്ടിക്ക് പോകണം. അങ്ങനെ വരുമ്പോ അവിടെ സുന്നത്ത് നിസ്കരിക്കാൻ ടൈമില്ല, അതുകൊണ്ട് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല. അത് കാണുമ്പോൾ ഒരാൾ മെല്ലെ വീഡിയോയിൽ പിടിച്ച് അല്ലെങ്കിൽ വാട്സപ്പിൽ വീഡിയോ പിടിച്ച് വാട്സപ്പിലിട്ട് അയാൾ സുന്നത്ത് നിസ്കരിക്കാതെ ഇറങ്ങിപ്പോന്നു എന്ന് വിചാരിച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കണമെന്ന് ഞാൻ പറഞ്ഞ വേദമൊക്കെ വാർത്തയിലാവുമൊന്നുമില്ല. സുന്നത്ത് നിസ്കരിക്കണമെന്നുള്ളത് തന്നെയാണ് വേദം. എന്റെ ജീവിതം അതിൽ അബദ്ധമൊന്നും വരൂലെന്നോ അല്ലെങ്കിൽ എനിക്ക് പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവില്ലെന്നോ അങ്ങനെ ഒരു അവകാശവാദം എനിക്കില്ല. ചിലപ്പോ വല്ല തെറ്റുകളും എന്നിൽ സംഭവിച്ചോണ്ട് ഞാൻ മാസമായ നബിയാ. അതുകൊണ്ട് ചിലർക്കൊക്കെ ഉണ്ട് ദീന് ഫസാദാക്കാൻ ഉദ്ദേശിക്കുന്ന ചിലരെന്ത് ചെയ്യുമെന്നറിയോ? ആലിമീങ്ങളെ പ്രസംഗമോ ക്ലാസ്സോ കേട്ടാൽ അവർ വേഗം മുസ്ലിയാർ അങ്ങനെ പറഞ്ഞു, ഇയാൾക്ക് എന്നെ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതിന് വല്ല കുഴപ്പമുണ്ടോ, അയാൾക്ക് വേണ്ടിയിട്ട് നീ എന്ത് പൊറുക്കൽ തോടിക്കള, എൻ്റെ അടുത്ത് വല്ല അബദ്ധം നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചവനെ ആ സാധുവിന് പുറത്തു കൊടുക്കണേന്ന് പറയാം. നിങ്ങളോടൊക്കെ ആകുമ്പോൾ സയ്യത്ത് പറയാം, നിങ്ങൾ ആരെങ്കിലും ദുആ കൊണ്ട് രക്ഷപ്പെട്ടാലോ. ഇരിക്കട്ടെ സഹോദരന്മാര്, പക്ഷേ അങ്ങനെയല്ല അമ്പിയാക്കൾ. അവരുടെ കുട്ടിക്കാലം മുതലേ ഒരു ചെറിയ ന്യൂനത പോലും അവരുടെ ജീവിതത്തിൽ കാണൂല, സംഭവിക്കൂല. ആ നിലയ്ക്ക് ജീവിച്ചു വന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങൾക്ക് ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിലുള്ള ഭയം, അത് വലിയ സംഗതിയാണ്. ഉത്തരവാദിത്വം, അമാനത്ത്, അത് വലിയ പേടിക്കേണ്ട സംഗതിയാ. അമാനത്ത് പണ്ഡിതന്മാർക്കൊക്കെ വലിയ അമാനത്തുണ്ട്. ആ അമാനത്ത് അവർ വീട്ടുന്നവരാകണം. സത്യം സത്യമായി പഠിച്ച് മനസ്സിലാക്കണം, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അവിടെ ഒരാളെയും ഭയപ്പെടാൻ പാടില്ല, ഒരാളെ മുന്നിലും കൂസാൻ പാടില്ല, ആരെങ്കിലും വിമർശിക്കുന്നത് കേൾക്കുമ്പോൾ പതറാനും പാടില്ല. മറിച്ച് കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹു മാത്രമാണ്. ഈ ദുനിയാവ് തരുന്നവനും റബ്ബാണ്, ആഖിറം തരുന്നവനും റബ്ബാണ്. ആ റബ്ബ് എന്റെ രഹസ്യ പരസ്യങ്ങൾ അറിയുന്നു എന്നവനെക്കാണ് ഏതൊരു മനുഷ്യനും ജീവിക്കേണ്ടത്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന്റെ വലിപ്പം ഉൾക്കൊണ്ടുകൊണ്ട് പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് വന്നപ്പോ സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ നബി തങ്ങളെ സമാധാനിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഓ നബിയേ, കല്ലാ ലാ യുഖ്സീകല്ലാഹു അബദാ. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നവുമായി വീട്ടിലെത്തിയാൽ, ഭാര്യനോടൊരു പ്രശ്നം പറഞ്ഞാൽ ചിലപ്പോ അവളെ മറുപടി എന്തായിരിക്കും അറിയോ? നിങ്ങൾക്ക് അങ്ങനെ തന്നെയാ കിട്ടുക, നിങ്ങൾ അങ്ങനെ തന്നെ കളിക്കല്, അങ്ങനെ തന്നെ കിട്ടുക എന്നാ പറയാ. അങ്ങനെയല്ലല്ലോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ പ്രതികരണം. കല്ലാ ലാ യുഖ്സീകല്ലാഹു അബദാ. ഓ നബിയെ, ഒരിക്കലും അല്ലാഹു അങ്ങയെ കൈയൊഴിക്കൂല. ഇന്നക ലതുസിലുർ റഹിമാ, അവിടുന്ന് കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. വതസ്ദുഖുൽ ഹദീസ്, സത്യം മാത്രം പറയുന്ന ആളാണ്. വതക്സിബുൽ മഅദൂം, ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. അൽഹംദുലില്ലാഹ്, അഹ്ലു ബൈത്തിൽപ്പെട്ട 313ഓളം സാദാത്തുക്കൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ പുണ്യം തന്നെയാണ്.
അതും കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകം മുഴുക്കെ പ്രശസ്തി ആർജിച്ച മർക്കസു സഖാഫത്തി സുന്നിയുടെ നേതൃത്വത്തിൽ അതിന്റെ ഒരു സന്തതിയുടെ വകയിലാകുമ്പോൾ, കാരണമാകുമ്പോൾ അത് വലിയ സംഗതി തന്നെയാണ്. ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, പ്രയാസമുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് നിർവഹിച്ചു കൊടുക്കുക, സത്യത്തിനെതിരായി ഏത് രംഗത്ത് നിന്ന് എന്ത് ഭീഷണി വന്നാലും സത്യത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് സഹായിക്കുകയും ഭാഗവാക്കാവുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇത്തരം സ്വഭാവങ്ങളുള്ള നബിയെ, ഓ നബിയെ, അങ്ങയെ ഒരിക്കലും വന്ന് കൈയൊഴിക്കൂല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സമാധാനിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണത്? 40 കൊല്ലത്തെ ജീവിതം, ആ ജീവിതത്തിൽ എത്രയോ വർഷം കൂടെ നടന്ന സ്വന്തം ഭാര്യയ്ക്ക് ചെറിയ ഒരു ന്യൂനത പോലും ഹബീബിന്റെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞില്ല. അതെടുത്തു പറയുകയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ആ ഖദീജ ബീവി മരണപ്പെട്ടപ്പോൾ നബി തങ്ങൾ ഖദീജ ബീവിയുടെ മദ്ഹ് പറയുകയാണ്. അതാണല്ലോ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. വലകിൻ കാന യുക്സിറു ദിക്റഹാ. ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഖദീജ ബീവിയുടെ ബഹുമാനം ധാരാളം പറയും നബി തങ്ങൾ, അനുസ്മരണമായി സംസാരിക്കും. പിന്നെയോ വറുബമാ ദബഹശാത ഫയുഖത്തിയുഹാ അളാൻ ثم يبعث الى صدغيق ഖദീജ. ആട്ടിനെ അറുത്ത് ഖദീജ ബീവിയുടെ സ്മരണക്കായി ആട്ടിനെ അറുത്തതിന്റെ മാംസം വിതരണം ചെയ്യും. നബി തങ്ങൾ ഖദീജ ബീവിയെ സ്നേഹിക്കുന്നവർക്ക് ഇത് തന്നെയല്ലേ നമ്മുടെ നബിദിന പരിപാടികളിൽ നമ്മളും ചെയ്യുന്നത്. നബി തങ്ങളെ സംബന്ധിച്ച് ധാരാളം പറയുന്നു. നബി തങ്ങളെ അനുസ്മരിച്ച് ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യുന്നു. ഇത് തന്നെയല്ലേ നമ്മളും ചെയ്യുന്നത്. ആ നബിദിനം പാടില്ലെന്ന് പറയുന്നവനും ആ നബിദിനത്തിനെതിരെ ശബ്ദിക്കുന്നവനും ഹബീബ് നബി തങ്ങളോട് സ്നേഹമുള്ളവരാണോ? വഫാത്തായി പോയ ഭാര്യയോടുള്ള സ്നേഹപ്രകടനം എങ്ങനെ എന്ന് ഹബീബ് നബി തങ്ങളല്ലേ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുപോലെ ഹബീബ് നബി തങ്ങളോട് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം, ബദരീങ്ങളോട് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം, മുഹീദ്ദീൻ ശൈഖ് തങ്ങളോട് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം, അങ്ങനെ ഓരോ മഹാന്മാരോടും എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം, മഹദികളോട് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബാപ്പ മഹാനാണ്. ബാപ്പയുടെ പൊരുത്തം നമുക്ക് ആവശ്യമാണ്, ബാപ്പയുടെ സന്തോഷം ആവശ്യമാണ്. ആ ബാപ്പ നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാനാണ്. മറ്റൊരാളെ ദൃഷ്ടിയിൽ അദ്ദേഹത്തിന് ബഹുമാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മക്കളെ സംബന്ധിച്ചിടത്തോളം ബാപ്പ വലിയ മഹാനാണ്, ഉമ്മ വലിയ മഹദിയാണ്. അവരെ പൊരുത്തം ലഭിക്കൽ ആവശ്യമാണ്. ആ ബാപ്പ ഉമ്മ ചെയ്ത നല്ല കാര്യങ്ങൾ പറയുകയും അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, ആണ്ടനുസ്മരണം നടത്തുന്ന, മറ്റ് അനുസ്മരണങ്ങൾ നടത്തുന്ന മക്കളും അത് ബാപ്പ ഉമ്മയെ ബഹുമാനിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്. അത് പാടില്ലെന്ന് പറയുന്ന പുത്തൻവാദികളാണല്ലോ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിന പരിപാടികളെ വിമർശിക്കുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കക്ഷികളെ സംബന്ധിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇയ്യാകും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ലാ യുദല്ലൂനകും വലാ യഫ്തിനൂനകും, അവർ നിങ്ങളെ പിഴപ്പിക്കരുത്, നിങ്ങളെ ഈമാൻ നശിപ്പിക്കരുത്, അവരെ ശ്രദ്ധിക്കണേ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അതിന് മുമ്പ് അവിടുന്ന് പറഞ്ഞല്ലോ, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യതൂനകും മിനൽ ഹദീസി അലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളും നിങ്ങളെ പിതാമഹന്മാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്ന, കളവ് ധാരാളം പറയുന്ന, കബളിപ്പിക്കുന്ന ഒരു വിഭാഗം വരും. അവരെ കുറിച്ചാ പറഞ്ഞത്, അവര് നിങ്ങളെ പിഴപ്പിക്കല്ലേ. ഞാന് ഇന്നാണെന്ന് തോന്നുന്നു നിന്നെ എന്നോട് എന്റെ കൂടെയുള്ള ആള് പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ച് ഒരു പുത്തൻവാദി മൗലവി ഒരു കിളിപ്പറക്കിയിട്ടുണ്ട്.
എന്നിട്ടോ അതിനയാൾ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് പേരോട് സഖാഫി നബിദിനത്തിനെതിരെ ആഞ്ഞടിക്കുന്നു. എങ്ങനെയുണ്ട്? പേരോട് സഖാഫി നബിദിനത്തിനെതിരെ ആഞ്ഞടിക്കുന്നു. നാവെടുത്തോ കള്ളം മാത്രം പറയുന്ന ടീം, എഴുതുമ്പോ കള്ളം മാത്രം പറയുന്ന ടീം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുഴുവനും അങ്ങനെ. അത് മുജാഹിദായാലും ജമാഅത്ത് ഇസ്ലാമിയായാലും അതുപോലെ തബ്ലീഗായിരുന്നാലും അതുപോലെ തുടങ്ങിയിട്ട് ഏത് കക്ഷിയാണെങ്കിലും ഏറ്റവും വലിയ ബിദ്അത്തുകാരാണ്, പുത്തൻവാദികളാണ് വ്യാജ തരീഖത്തുകാർ. അവരെ കാണാൻ വലിയൊരു പുത്തൻവാദി വേറില്ല. അധികവും അത് കുഫറാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദങ്ങൾ. ഔലിയാക്കൾക്ക് നിസ്കരിക്കണമെന്നില്ല, നോമ്പെടുക്കണമെന്നില്ല, ഔലിയാക്കളെ ശരീഅത്ത് വേറൊന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹിന്റെ ദീന് നശിപ്പിക്കുന്ന ഇസ്ലാമിന്റെ കഠിന വിരോധികൾ. അങ്ങനെയുള്ള എല്ലാ കക്ഷികളുടെയും സ്വഭാവമാണ് കളവ് പ്രചരിപ്പിക്കുക എന്നത്. അതിൻ്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇന്ന് എന്നോട് ഒരു മുജാഹിദ് മൗലവി നിങ്ങളെ പറ്റി ഇങ്ങനെ ഒരു, എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ആളുകൾ കേട്ടും കൂടി നോക്കൂല, ഹെഡിങ്ങേ നോക്കുള്ളൂ. അങ്ങനെയാ മനുഷ്യന്മാരെ ഹാലി. ഓ സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, ഒരു മുസ്ലിമും ഹബീബ് നബി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് സംസാരിക്കൂല. അത് നബി തങ്ങൾ ജനിച്ചപ്പോൾ തന്നെ കരഞ്ഞ ഇബ്ലീസിന്റെ അനുയായികളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കുപ്രചരണങ്ങളിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പണ്ഡിതന്മാർക്ക് അമാനത്തുണ്ട്. അതേ, ലാ തഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. നിങ്ങൾ പണ്ഡിതന്മാരായിരിക്കെ, നിങ്ങൾ വിവരമുള്ളവരായിരിക്കെ നിങ്ങളെ ഉത്തരവാദിത്വം നിർവഹിക്കണം, അമാനത്ത് വീട്ടണം. അത് ഖുർആൻ പഠിപ്പിച്ച ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നബിദിനത്തിന്റെ പേരിൽ ആണും പെണ്ണും വിടകലർന്ന് റാലി നടത്തിയാൽ, അതുപോലെ മറ്റുള്ളവരെ ശല്യം ചെയ്താൽ, അതുപോലെ പാടില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ അതിനെതിരെ പണ്ഡിതന്മാര് സംസാരിക്കണം. എന്നിട്ട് ജനങ്ങളെ കൃത്യമായ വഴിയിലൂടെ നടത്തണം. ഇതുപോലെ ഏത് വിഷയത്തിലും അബദ്ധങ്ങൾ വരുമ്പോ ആ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട്. അതവര് നിർവഹിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമ്മളൊരു മുസ്ലിം ആവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരു ദിവസം ചോദിച്ചു, എന്നിൽ നിന്ന് ഞാൻ ഈ പറയുന്ന വചനങ്ങൾ ആര് മനസ്സിലാക്കും? എന്നിട്ട് അതാരതുകൊണ്ട് പ്രവർത്തിക്കും? അത് പ്രവർത്തിക്കുന്നവർക്ക് ആര് പഠിപ്പിച്ചു കൊടുക്കും? ഞാൻ പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, ഞാൻ പഠിക്കും, പഠിപ്പിക്കും, ഞാൻ പ്രവർത്തിക്കുമെന്ന നിലക്ക് അനയാ റസൂലല്ലാഹ്. ഫഅഖദ ബിയദി, എന്റെ കൈയിങ്ങ് പിടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് 5 കാര്യം എണ്ണി പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് എന്താണ്? ഇത്തഖിൽ മഹാരിം തകുൻ അഅബദന്നാസ്. നിങ്ങൾ ഹറാം സൂക്ഷിച്ച് ജീവിക്കണം, ഹറാമുകൾ സൂക്ഷിക്കണം. സുബ്ഹാനല്ലാഹ്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഫസാദ് പറയരുത്, ജനങ്ങളെ പരസ്പരം തെറ്റിക്കാനുള്ള സംസാരം നടത്തരുത്, അനുയായികളെയും നേതാക്കളെയും തെറ്റിക്കാനുള്ള സംസാരം നടത്തുന്ന നമീമത്തുകാർ, ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിക്കുന്ന നമീമത്തുകാർ, അയൽവാസികളെ തമ്മിൽ തെറ്റിക്കുന്ന നമീമത്തുകാർ. ആ നമീമത്ത് പറയുന്നവരിൽ ഏറ്റവും മുൻപന്തിയിലുള്ളവരാണ് പുത്തൻവാദികൾ. അവർക്ക് ആവശ്യം എന്താണ്? ജനങ്ങൾ വിശ്വസിക്കുന്ന പണ്ഡിതന്മാർ അവർ പറയാത്തത് പറഞ്ഞു എന്ന് വരുത്തി തീർത്ത് അനുയായികളെ അകറ്റിക്കളയാനുള്ള ശ്രമം അവർക്ക്. ലായദ്ഖുൽ ജന്നത നമ്മാമുൻ, അങ്ങനെ ഏഷണി പറയുന്നവർ സ്വർഗത്ത് കടക്കൂല. ഏറ്റവും നരകത്തിന് അർഹതപ്പെട്ടവരാണ് നമീമത്ത് പറയുന്നവർ. അതുപോലെ സുഹൃത്തുക്കളെ, ഹറാമായ ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. നിസ്കരിക്കാതിരിക്കുന്നത് ഹറാമാണ്, നിസ്കരിക്കൽ നിർബന്ധമാണ്, നോമ്പെടുക്കൽ നിർബന്ധമാണ്, റമദാനിൽ അത് കൈയൊഴിക്കൽ ഹറാമാണ്. ആകയാൽ ഫർദ് മുഴുവനും എടുത്തോളണം, ഹറാം മുഴുവനും കൈയൊഴിച്ചോളണം. എന്നാൽ തകുന്ന അബദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ല ഇബാദത്തുകാരനാകും. ചിലരുണ്ട് ഹദ്ദാ തോന്നാൻ മുന്നിലുണ്ടാവും,
പിന്നെയോ അത് കഴിഞ്ഞിട്ട് പീഡിയത്തിനെ പോയി കുത്തിട്ട് ഗീബത്ത് പറയും. സുബ്ഹാനല്ലാഹ്. സലാത്ത് എല്ലാം മുന്നിലുണ്ടാവും. സലാത്ത് കഴിഞ്ഞു പോയി ഇരുന്നിട്ട് പിന്നെ കളവ് പറയും. അങ്ങനെ ജീവിക്കാൻ പാടില്ല. വെറും കുറച്ച് ദിക്റും ചൊല്ലി അങ്ങ് രക്ഷപ്പെട്ട് കളിയാന്ന് വിചാരിക്കരുത്. കുറച്ച് സലാത്ത് ചൊല്ലി രക്ഷപ്പെട്ട് കളിയാന്ന് വിചാരിക്കരുത്. അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച് അവന്റെ ഭക്ഷണം കഴിച്ച് അവന്റെ ഓക്സിജൻ ശ്വസിച്ച് ജീവിക്കുമ്പോ അവൻ തന്ന കിഡ്നിയും അവൻ തന്ന ഹാർട്ടും അവൻ തന്ന ബ്രെയിനും അവൻ തന്ന കരളും അവൻ തന്നതല്ലാതെ ഈ പാവപ്പെട്ടവൻ എന്തുണ്ട്? നിങ്ങൾക്കെന്തുണ്ട്? രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബില്ലേ? ആ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കണം. ആ റബ്ബിന്റെ സംതൃപ്തി കരഗതമാക്കണം. അതുകൊണ്ട് തന്നെ ഹറാമുകൾ കൈയൊഴിച്ച് സൂക്ഷിച്ച് ജീവിക്കണം. നിനക്കൊരു നല്ല ഐശ്വര്യമുള്ളവനാകാം. അതിനെന്ത് വേണം? പടച്ചവൻ സംശയിച്ചു തന്നതുകൊണ്ട് തൃപ്തിപ്പെടണം. അള്ളാഹു ഒന്ന് തന്നാൽ അതുകൊണ്ട് തൃപ്തിപ്പെടണം. നീ അമിതമായ മോഹിയാകരുത്. അമിതമായ മോഹത്തോടുകൂടെ അയാൾക്ക് അങ്ങനെ ഒരു വലിയ മാളികയുണ്ടല്ലോ, ഇയാൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഇയാൾക്ക് ഇങ്ങനെയുണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഹബീബ് നബി നിങ്ങൾ വസിയ്യത്ത് ചെയ്തില്ലേ? അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ മൻ ഹുവ ഫൗഖീ. ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങൾ അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. എല്ലാവരും ഇരുന്നോ. ഓ സഹോദരന്മാരെ, താഴെയുള്ളവരിലേക്ക് നോക്കണം, മേലെയുള്ളവരിലേക്ക് നോക്കരുത്. അങ്ങനെയാണ് നമ്മൾ വലിയ വലിയ പണക്കാരെ നോക്കിയിട്ട് ആശിച്ച് കുത്തിരിക്കുകയല്ല വേണ്ടത്. നമ്മളെക്കാൾ എത്രയോ പ്രയാസമുള്ളവർ വേറെ ഇല്ലേ? അവരിലേക്കാണ് നമ്മുടെ നോട്ടമുണ്ടാകേണ്ടത്. നമുക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാം, പ്രവർത്തിക്കാം. നബിതങ്ങൾ പറഞ്ഞില്ലേ, മൻ തലബ ദുനിയ ഹലാലൻ. ഒരാൾ ദുനിയാവ് തേടി ഹലാലൻ, ഹലാലായത് തേടി, ഹലാലായ നിലക്ക് തേടി. ഹറാമലൊന്നുമില്ല. വേറെ ഒരാൾ കടം വാങ്ങിയിട്ട് കൊടുക്കാത്ത കമ്പനിയല്ല. എന്തെല്ലാമോ പറഞ്ഞ് കാശ് വാങ്ങിയിട്ട് പിന്നെ ഫോൺ എടുക്കാത്ത വിഭാഗമല്ല. ഇസ്തിഫാഫന്നരിൽ മസ്അലതി. വേറെ ഒരാളോട് യാചിച്ചു കൊണ്ടല്ലോ ജീവിക്കേണ്ടത്, അധ്വാനിച്ചല്ലേ ജീവിക്കേണ്ടത്. അതിനു വേണ്ടി ഹലാലായ ദുന്യാവ് തേടിയിട്ട് വിദേശത്ത് പോകുന്നവരില്ലേ, നാട്ടില് ബിസിനസ് നടത്തുന്നവരില്ലേ, ജോലിയെടുക്കുന്നവരില്ലേ? നബിതങ്ങൾ പറയാണ്, അങ്ങനെ യാചിക്കാതെ അഭിമാനം കാത്ത് സൂക്ഷിച്ച് ജീവിക്കാൻ ദുന്യാവ് തേടുന്നവർ അവന്റെ ഫാമിലിക്ക് ചെലവ് കൊടുക്കണ്ടേ, മക്കളെ പോറ്റണ്ടേ, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ടേ, അങ്ങനെ അവന്റെ കുടുംബത്തിന് വേണ്ടിയും വെറും കുടുംബം നോക്കിയാ മതിയോ? അയൽവാസികളെ ശ്രദ്ധിക്കണ്ടേ? അയൽവക്കത്തുള്ള പെൺകുട്ടിയെ കെട്ടിച്ച് പറഞ്ഞേക്കണ്ടേ? അയൽവാസി പട്ടിണി കിടക്കാതെ ജീവിക്കണ്ടേ? അതിന് നമ്മുടെ സേവനമുണ്ടാകണ്ടേ? അങ്ങനെ അയൽവാസിക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും അതാ നല്ല മനസ്സോടെ ആവശ്യമുള്ളതിനൊക്കെ ചെലവഴിക്കാൻ വല്ലവനും ദുന്യാവ് തേടിയാൽ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെ അവന് കണ്ടുമുട്ടാൻ കഴിയും. 14 രാവിന്റെ ചന്ദ്രനെ പോലെ ആ മനുഷ്യന്റെ മുഖം പ്രകാശിക്കുകയാണ്. ഹലാലിലൂടെ ജീവിതം നയിക്കണം, ഹറാമിലേക്ക് മനസ്സ് തിരിയരുത്. എന്നിട്ട് അതിന് ശേഷം അവിടുന്ന് പറയുന്നു, വമൻ തുലബ ദുനിയാ ഹലാലൻ. ഇനി ഒരാൾ ഹലാല് തന്നെ തേടുകയാണ്, പക്ഷേ ഉദ്ദേശം എന്താണ്? യാചനയിൽ നിന്ന് രക്ഷപ്പെടലല്ല, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കലല്ല, കുടുംബം പോറ്റലല്ല. പിന്നെയോ മുകാഥിറൻ, ധാരാളം പണമുണ്ടാകണമെന്ന നിലയ്ക്ക് മുഫാഹിറൻ, എന്നിട്ട് ആളുകളുടെ മുമ്പിൽ സ്റ്റാറ്റസ് തടിക്കണം. എന്റെ വീട് പോലത്തെ വീടാർക്കുണ്ട്, എന്റെ കാറ് പോലത്തെ കാറാർക്കുണ്ട് എന്നിങ്ങനെ പവർ നടിക്കാനാണ്. മുറായിയൻ, ജനങ്ങളെ കാണിച്ചിട്ട് അവനിങ്ങനെ വലിയവനാകാനാണ്. ലഖിയല്ലാഹ തആല, അവൻ അല്ലാഹുവിനെ കണ്ടെത്തിക്കും. വഹുവ അലൈഹി ഗളബാൻ, പടച്ചവൻ അവനോട് കോപിച്ചവനാണ്. അപ്പൊ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഹറാം ഹലാലിനിടയിൽ വേർതിരിക്കണം.
അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹറാം സൂക്ഷിച്ചാൽ നിനക്ക് നല്ല ഇബാദത്തുകാരനാകാം എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു നിനക്ക് അംശയിച്ചു തന്നത് എന്താണോ അതുകൊണ്ട് തൃപ്തിപ്പെടണം. തകുൻ അഗ്നന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യമുള്ളവനാകും. വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന, അയൽവാസിക്ക് ഗുണം ചെയ്യണം. അയൽവാസിയോട് അസൂയ പാടില്ല, അയൽവാസിയെ ശല്യം ചെയ്യാൻ പാടില്ല, അവനെ വെറുക്കാൻ പാടില്ല, അവരോട് നല്ല സ്വഭാവമാകണം. അയൽവാസിക്ക് നന്മ ചെയ്യണം, എന്നാൽ നിനക്കൊരു മുഅ്മിനാകാം. നീ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. തകുൻ മുസ്ലിമ, അപ്പോൾ നിനക്കൊരു മുസ്ലിമാകാം. ശരിയായ മുസ്ലിം അവനവനെ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം. അങ്ങനെ വരുമ്പോൾ പണ്ഡിതന്മാർ അവർക്കിഷ്ടപ്പെടുന്ന അവരിഷ്ടപ്പെട്ട ആശയം അത് തുറന്ന് പറയണം. തെറ്റാണെന്ന് പറയണം. അതുപോലെ തന്നെ തെറ്റിലേക്ക് ജനങ്ങൾ തെറ്റിപ്പോകുമ്പോ അവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കണം. നബി തങ്ങൾ പിന്നെയും പറയുന്നു, വലാ തുക്സിരിൽ, നീ ചിരി വർദ്ധിപ്പിക്കരുത്. ചിരിക്കുക എന്നത് സൽക്കർമ്മമല്ല, പുഞ്ചിരിക്കുന്നത് സൽക്കർമ്മമാണ്. ഒരാളെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് സൽക്കർമ്മമാണ്. പക്ഷേ അന്യപെണ്ണ് അന്യപുരുഷന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കരുത്. അതുപോലെ തന്നെ അന്യ സ്ത്രീകളിലേക്ക് നോക്കി നീ പുഞ്ചിരിക്കരുത്. അത് നല്ല പണിയല്ല. അതേ സമയത്ത് ഒരു പുരുഷൻ വേറെ ഒരാൾ പുരുഷനെ കണ്ടാൽ പുഞ്ചിരിക്കണം. സ്ത്രീകൾ ഭർത്താവിനെ കണ്ടാൽ, ഭർത്താവ് ഭാര്യയെ കണ്ടാൽ, ആങ്ങളെ പെങ്ങളെ കണ്ടാൽ പുഞ്ചിരിക്കണം. നല്ലതാണ് പുഞ്ചിരി, അത് പുണ്യകർമ്മമാണ്. അതേ സമയത്തുള്ള പൊട്ടിച്ചിരിയുണ്ടല്ലോ, അമിതമായ ആഹ്ലാദത്തിന്റെ ചിരിയുണ്ടല്ലോ, ആ ചിരിയെ സംബന്ധിച്ച് നബി തങ്ങൾ പറയുന്നു, നിന്റെ മനസ്സിനെ അത് നിർജീവമാക്കി കളയും. മനസ്സിൽ ഈമാനും തഖ്വയും കൊണ്ട് സജീവമാകേണ്ട മനസ്സ്, ദിക്ർ കൊണ്ട് സജീവമാകേണ്ട മനസ്സ്, നീ പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുന്നവനായാൽ നിന്റെ മനസ്സിനെ നിർജീവമാക്കി കളയും.